ഹലോ ഗൈസ്, ഏലിസ് ആൻഡ് ജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, നല്ലൊരു വരുമാനം ഉണ്ടായിട്ടും നല്ലൊരു സേവിങ്സോ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റോ ക്രിയേറ്റ് ചെയ്യാനോ അത് ബിൽഡ് ചെയ്തത് മുന്നോട്ട് കൊണ്ടുപോകാനോ പറ്റാത്ത ആളുകൾക്ക് ഇതെങ്ങനെ ചെയ്യണം, ഇതിൻ്റെ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള കമൻറ്റ്സും സജഷൻസും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുകയാണെങ്കിൽ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടെ നിങ്ങൾ പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക് പോകാം. ഇപ്പം നിങ്ങൾക്ക് മാസം ഒരു നല്ല സാലറി ഉണ്ട്. അപ്പോൾ ഈ സാലറി വെച്ചിട്ട് ഒരു സേവിങ്സും, അതായത് അന്നന്നത്തെ ജീവിതത്തിന്, അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് ആദ്യമേ ഒരു 50,000 രൂപ സാലറി കിട്ടിക്കഴിഞ്ഞാൽ ആ മാസം അവസാനം ആകുമ്പോഴത്തേന് 50,000 രൂപയും ചിലവായി പോകുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ ലോണുകൾ എടുത്തിട്ട് EMI അടച്ച് അല്ലെങ്കിൽ കടം മേടിച്ചൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ട്. സോ ഇങ്ങനെയുള്ള ആളുകൾക്ക് പലപ്പോഴും ഇവർക്ക് സേവിങ്സ് ഉണ്ടാവണം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവണം എന്നൊക്കെ ഇവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇവർക്കിത് ചെയ്യാൻ പറ്റാതെ വരുന്നത്. സോ ഇതിന് മെയിനായിട്ടുള്ള ഒരു കാരണം ഇവർ ഫോളോ ചെയ്യുന്ന ഒരു ഓർഡറാണ്. സാധാരണ മജോറിറ്റി ഓഫ് ആൾക്കാരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാസം സാലറി വരുന്നു. സാലറി വന്നു കഴിഞ്ഞാൽ അവർ അതിനകത്തുനിന്ന് അവരുടെ എക്സ്പെൻസസ്, അതായത് എന്തൊക്കെയാണോ അവരുടെ ചിലവ് വരുന്നത്, ആ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് മജോറിറ്റി ഓഫ് ആൾക്കാർ. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? ഇപ്പം ചില ആളുകൾ വിചാരിക്കും 30,000 രൂപ സാലറി കിട്ടും, എനിക്കൊരു 50,000 രൂപ സാലറി കിട്ടിയാൽ ഞാൻ നല്ല രീതിയിൽ ജീവിക്കുമല്ലോ, എനിക്ക് അങ്ങനെ ഒരു സാലറി കിട്ടിയാൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരുമല്ലോ എന്ന്. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് 50,000 രൂപ സാലറി കിട്ടുമ്പം 70,000 രൂപയുടെ ആവശ്യങ്ങളുണ്ടാവും. സോ ഇതുകൊണ്ട് തന്നെ ഈ ഒരു മെൻറ്റാലിറ്റിയും കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റോ നല്ലൊരു സേവിങ്സോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. സോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ ഇത് ബിൽഡ് ചെയ്തെടുക്കാം, എങ്ങനെയാണ് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സും അതേപോലെ തന്നെ അവർ കൂടുതൽ വെൽത്തി ആയിട്ട് മാറുന്നതും, ഇതെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് മേജറായിട്ടുള്ളൊരു കാരണം ഇവർക്ക് വരുന്ന വരുമാനം ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് ഇൻവെസ്റ്റ് ചെയ്ത ശേഷം മാത്രമായിരിക്കും അവർ മറ്റ് എക്സ്പെൻസസിലേക്ക് പോകുള്ളൂ. ഇതിന് നമുക്ക് നോർമലി നമുക്കൊരു റൂൾ തന്നെയുണ്ട്. 50-30-20 എന്ന് പറയുന്ന ഒരു റൂളുണ്ട്. സോ ഈ റൂളിനകത്ത് പറയുന്ന, ഒരാൾക്ക് 100 രൂപ സാലറി കിട്ടിയാൽ അതിനകത്തുനിന്ന് 20 രൂപ മസ്റ്റായിട്ടും നമ്മൾ മാറ്റി ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ സേവ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഈ റൂളിനകത്ത് പറയുന്നത്. അതിനകത്ത് ഈ 50% നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, 20% നമുക്ക് ചില ആഡംബരം, അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് 50%, അതേപോലെ തന്നെ 20% നമ്മൾ ആഗ്രഹിക്കുന്ന ചില എക്സ്പെൻസീവ് ആയിട്ടുള്ള ചില, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് സാധിച്ചെടുക്കാനും, ബാക്കി വരുന്ന 20% നമ്മൾ മസ്റ്റായിട്ട് സേവ് ചെയ്യണമെന്നുള്ളതാണ് 50-30-20 റൂൾ പറയുന്നത്. അപ്പം ഈ റൂൾ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ 50,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ 50,000 രൂപ ശമ്പളം കിട്ടുമ്പോൾ അയാൾ അതിൻ്റെ 20% 10,000 രൂപ എടുത്ത് മാസം മാറ്റി സേവ് ചെയ്ത് വെക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. അത് ചെയ്യാത്ത പക്ഷം ഒരിക്കലും അവർ വെൽത്തി ആവുകയോ ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുക്കുകയോ ചെയ്യത്തില്ല. കാരണം 50,000 രൂപ സാലറി കിട്ടുന്ന ഒരാൾ സാലറി കിട്ടുമ്പോഴേ അതിൽ നിന്ന് 10,000 രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 40,000 രൂപ സാലറി ഉള്ളൂ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാവും? അവർ 40,000 രൂപ വെച്ച് ആ മാസം തള്ളി നീക്കി കഴിഞ്ഞാൽ അടുത്ത മാസം ഈ 50,000 വരുമ്പോൾ അതിനകത്തുനിന്ന് 10% അല്ലെങ്കിൽ 20% നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി മാറ്റി കീപ്പ് ചെയ്യുന്നു. സോ ഈ ഒരു മെത്തേഡ് കുറേ നാൾ ഫോളോ ചെയ്യുമ്പം ഇവരിൽ ഈ ഒരു ഡിസിപ്ലിൻ ഫോം ആവുകയും ഇവർ ആ സേവിങ്സിലേക്കും ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും മാറുകയും ചെയ്യും. സോ ഇതാണ് സേവിങ്സിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളും മനസ്സിലാക്കേണ്ട ഫസ്റ്റ് പോയിൻറ്റ്. സോ ഇത് ചെയ്യാത്ത ഒരാൾ ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റോ സേവിങ്സോ ഉണ്ടാക്കത്തില്ല. അത് നാളെ അവർക്ക് 1 ലക്ഷം കിട്ടിയാലും 2 ലക്ഷം കിട്ടിയാലും 10 ലക്ഷം അവരുടെ കയ്യിൽ വരുമാനമായിട്ട് വന്നാലും അവർ സേവിങ്സോ ഇൻവെസ്റ്റ്മെൻറ്റോ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നില്ല. സോ ഈ ഒരു റൂള് എല്ലാവരും അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ ഈ സേവ് ചെയ്യുന്ന എമൗണ്ട് ഒരിക്കലും നമ്മുടെ സാലറി അക്കൗണ്ടിലോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുന്ന, അതായത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന അക്കൗണ്ടിലോ കീപ്പ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മോസ്റ്റ് ഓഫ് ദ കേസസിലും ആളുകൾക്ക് ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകളുണ്ട്, ഇല്ലേ? സോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് നിങ്ങൾക്ക് സാലറി വരുന്ന അക്കൗണ്ട് ആയിരിക്കരുത് ഒരിക്കലും സേവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സാലറി ഒരു അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഈ 20% ആദ്യമേ തന്നെ എടുത്ത് നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യാത്ത ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ഇടുമ്പോൾ എന്താണ് ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാകുന്നത്?
ഈ ഒരു അക്കൗണ്ടിൽ കിടക്കുന്ന സേവിങ്സ് ആയിട്ട് കിടക്കുന്ന എമൗണ്ട് നമ്മളെപ്പോഴും എടുത്ത് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഒഴിവായി കിട്ടും. പക്ഷേ ചില ആളുകൾക്ക് ഇതിനകത്തുനിന്ന് എടുത്ത് ചിലവാക്കാനുള്ള ഈ സേവിങ്സ് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ആ ഒരു എമൗണ്ടിൽ നിന്നും ചിലവാക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അതെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് നോക്കാം. അതിന് ഫസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ കാർഡുകൾ, അതേപോലെ തന്നെ അതിനിപ്പോൾ ക്രെഡിറ്റ് കാർഡുള്ള ആൾക്കാരാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, അതേപോലെ തന്നെ ഡെബിറ്റ് കാർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു അക്കൗണ്ടിൻ്റെ കാര്യത്തിൽ യൂസ് ചെയ്യരുത്. ഇനി നിങ്ങൾക്ക് അതിന് കാർഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങളെടുത്ത് മാറ്റി വെക്കുക, നിങ്ങളുടെ പേഴ്സിനകത്ത് വെച്ച് യൂസ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ UPI ഇടപാടുകൾക്ക് വേണ്ടി ഇതൊരു UPI നെറ്റ്വർക്ക്, അതായത് UPI ആപ്ലിക്കേഷൻസിനകത്തും ഇത് കണക്ട് ചെയ്ത് വെക്കാതിരിക്കുക. സോ UPI കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ആ ഒരു കൺവീനിയൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. UPI വന്നതിന് ശേഷം നമ്മുടെയൊക്കെ എക്സ്പെൻസസ് എത്രത്തോളം കൂടിയെന്ന്. അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും അറിയാം, അവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വരെ വാങ്ങിക്കൂട്ടി അവരുടെ എക്സ്പെൻസസ് എത്രത്തോളം ഉയരത്തിലേക്ക് പോയി എന്ന് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആളുകൾക്കും അറിയാം. സോ അങ്ങനെയുള്ള നമ്മളെ കയ്യിൽ നിന്ന് മണി, അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് ചുമ്മാ എക്സസ് ആയിട്ട് ചിലവായി പോകുന്ന സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാർഡുകൾ ഒഴിവാക്കുക. അതേപോലെ തന്നെ UPI നെറ്റ്വർക്കിലേക്ക് അല്ലെങ്കിൽ UPIയുടെ ആപ്ലിക്കേഷൻസിനകത്തേക്ക് ലിങ്ക് ചെയ്യാതെയൊക്കെ ഈ ബാങ്ക് അക്കൗണ്ടുകൾ എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഇനി നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സേവേ ചെയ്തിട്ടുള്ളൂ. ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ ഒരു 2 മാസമോ 3 മാസമോ നമ്മൾ സേവ് ചെയ്യുന്ന എമൗണ്ട് എടുത്ത് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത്. പകരം എന്ത് ചെയ്യണം, അതവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക. എപ്പോഴും നമുക്കൊരു എമർജൻസി ഫണ്ട് വളരെ മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ്. അതായത് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് 6 മാസമെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാനുള്ള, അതായത് നിങ്ങളുടെ എല്ലാ എക്സ്പെൻസസും മീറ്റ് ചെയ്യാനുള്ള, അതേപോലെ തന്നെ നിങ്ങൾ ജീവിക്കാനായിട്ട് നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ EMI മാസം അടയ്ക്കാനുണ്ടാവും, നിങ്ങൾക്ക് ഗ്രോസറി വാങ്ങാനുള്ള ചിലവുകളുണ്ടാവും, മറ്റ് യൂട്ടിലിറ്റി ബില്ലുകൾ പേ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലാതെ നിങ്ങൾക്ക് വരുന്ന മറ്റ് ചിലവുകളുണ്ടാകും. സോ ഇങ്ങനെ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട്, ഇന്നത്തെ കാലത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് പലതരത്തിൽ മാർക്കറ്റിൽ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. സോ ഇത് ഒരെണ്ണം ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് വരുന്ന ചിലവുകളൊന്ന് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 1 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് എന്തൊക്കെ ചിലവാണ് വരുന്നതെന്ന്. ഇനി അതല്ല നിങ്ങൾക്ക് അതിന് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്കൊരു ബുക്ക് മേടിച്ചിട്ട് അതിനകത്ത് നിങ്ങൾ സിമ്പിളായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, എനിക്ക് ഇന്ന ചിലവുകളൊക്കെ വരുന്നുണ്ട്. അത് ഓരോ തവണയും നിങ്ങൾ ചിലവാക്കുമ്പോൾ അത് മാർക്ക് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. മാസാവസാനം എടുത്തത് കണക്ക് കൂട്ടി നോക്കുക. കണക്ക് കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എത്ര രൂപ നിങ്ങൾക്ക് എക്സ്പെൻസ് ഉണ്ടെന്ന്. സോ ഇതിനെ നിങ്ങൾ 6 കൊണ്ട് ഗുണിച്ചിട്ട് അതിന് തത്തുല്യമായ തുക എമർജൻസി ഫണ്ടായിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇനീഷ്യൽ മന്തിൽ നിങ്ങൾ ഈ സേവ് ചെയ്യുന്ന എമൗണ്ട് കൊണ്ട് ചിലപ്പം ഈ 6 മാസത്തെ എക്സ്പെൻസസ് ഒന്നും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ അത് ഗ്രാജുവലി അത് ബിൽഡ് ചെയ്ത് 6 മാസത്തെ നമുക്ക് ജീവിക്കാനുള്ള ചിലവിനുള്ള ഒരു എമൗണ്ട് ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം എമർജൻസി ഫണ്ടിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനകത്തേക്ക് പോയാൽ മതി. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി ചിലപ്പം 10 മാസം സമയം എടുക്കാം, ചിലപ്പം 12 മാസം സമയം എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 2-3 മാസം കൊണ്ട് ഇത് ചെയ്യാൻ പറ്റാതെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ബുദ്ധിമുട്ട് തോന്നും. കാരണം ഇത്ര ഒരു വലിയ എമൗണ്ട് ആണ്. ഇപ്പോൾ ഒരാൾക്ക് സാധാരണ ഒരു മനുഷ്യന് ചിലപ്പം 1 മാസം ജീവിക്കാൻ വേണ്ടി 30,000 രൂപ ചിലവാണെങ്കിൽ 6 മാസം വരുമ്പോഴത്തേന് 1,80,000 രൂപ എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. സോ അതുകൊണ്ട് തന്നെ അത് ഗ്രാജുവലി നടക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 3 മാസത്തെ ടാർഗറ്റ് വെക്കുക. ഇതിന് 3 മാസം നിങ്ങൾക്ക് ജീവിക്കാനുള്ള ആ എമൗണ്ട് നിങ്ങൾക്ക് ആദ്യമേ കണ്ടെത്തുക. ഈ 3 മാസം നിങ്ങൾ ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് ഫോളോ ചെയ്യുമ്പം 4ാമത്തെ മാസം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഡിസിപ്ലിൻ നിങ്ങളിൽ ആ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവുകയും നിങ്ങൾ ആ അച്ചടക്കത്തിൻ്റെ പുറത്ത് നിങ്ങളത് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യും. സോ ഇതാണ് ഇവിടെ മസ്റ്റായിട്ട് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇത്രയും ചെയ്ത് നമ്മളൊരു എമർജൻസി ഫണ്ടൊക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ട കാര്യം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 6 മാസത്തെ എമൗണ്ട് കണ്ടെത്തി, അടുത്ത 7ാമത്തെ മാസം നമ്മൾ വീണ്ടും സാലറി കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ 20% മാറ്റുന്നുണ്ട്. സോ ഈ എമൗണ്ട് എടുത്തിട്ട് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് മെക്കാനിസംസ്, പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സ് നമ്മുടെ നാട്ടിലുണ്ട്. മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്, അതേപോലെ തന്നെ ഈ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ലംസോ ആയിട്ടും SIP ആയിട്ടും ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നല്ല മെത്തേഡ്, നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള കേപ്പബിലിറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്ര നാൾ വെയിറ്റ് ചെയ്യാം ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടേണ്ടത്, ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് കണ്ടെത്തിയിട്ട് നിങ്ങൾ അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, എല്ലാം കൂടെ കൊണ്ടുപോയി ഒരു ബക്കറ്റിലേക്ക് ഇടുന്ന പരിപാടി നമ്മൾ ചെയ്യരുത്. നമ്മുടെ പോർട്ട്ഫോളിയോ, അതായത് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് പോർട്ട്ഫോളിയോ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു പോർട്ട്ഫോളിയോ എപ്പോഴും മാക്സിമം ഡിവൈഡ് ചെയ്ത് എല്ലാ സെക്ടറുകളിലേക്കും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ചെയ്യുന്ന ആളുകൾക്കറിയാം, അവരൊരു ചെറിയ എമൗണ്ട് എപ്പോഴും ഗോൾഡിലും കൂടെ ഇൻവെസ്റ്റ് ചെയ്യും. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എന്താ മെച്ചം, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അതിൻ്റെ പാരലായിട്ട് ഗോൾഡും കൂടെ പോവുകയാണെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഗ്ലോബലി എന്തെങ്കിലും ഒരു പ്രശ്നം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു
സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തൊരു ക്രാഷൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, ഈ ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകും. സോ അപ്പം ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഇപ്പം ഇക്വിറ്റി മുകളിലേക്ക് പോകുന്ന സമയത്ത് ഗോൾഡ് അതിൻ്റെ മൊമെൻറ്റം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. എന്തെങ്കിലും കാരണവശാൽ ഇക്വിറ്റിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ മോസ്റ്റ് ഓഫ് ദി കേസസിലും ഗോൾഡിൻ്റെ പ്രൈസ്, അത് നമുക്ക് പലപ്പോഴും ഇത് കണ്ടാൽ മനസ്സിലാവും. അതായത് യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ പല സിറ്റുവേഷനിലും ഗോൾഡിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. പലതരത്തിലുള്ള ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്തും ഗോൾഡിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടി. കൊറോണ നമുക്കെല്ലാം അറിയാം, ഇത്രയും വലിയൊരു പാൻഡമിക് ഉണ്ടായ സമയത്ത് ഇനീഷ്യൽ സമയങ്ങളിലൊക്കെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആയ സമയത്ത് ഈവൻ ആ ടൈമിൽ പോലും ഗോൾഡ് ഭയങ്കരമായിട്ട് കയറിപ്പോയി. മാക്സിമം നമ്മൾ പോർട്ട്ഫോളിയോ ഡിവൈഡ് ചെയ്ത് പ്രോപ്പറായിട്ട് എല്ലാ സെക്ടറുകളിലേക്കും പറ്റുന്ന എത്ര സെക്ടറുകളിലേക്ക് ഡിവൈഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ റിസ്ക് കുറയും. സോ ഇങ്ങനത്തെ കുറേ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സോ അത് നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള കേപ്പബിലിറ്റിയും അതേപോലെ തന്നെ എത്രത്തോളം നിങ്ങൾക്ക് എത്ര നാൾ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ അറിഞ്ഞിട്ട് വേണം അത് നമുക്ക് ചെയ്യാം. സോ അപ്പം ഇതൊക്കെ എങ്ങനെ ചെയ്യാം, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിൽ ഇനി നമ്മൾ ചെയ്യുന്നതായിരിക്കും. എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു നല്ല സ്റ്റോക്ക് പിക്ക് ചെയ്യാം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അപ്പം ഏത് ആൾക്കാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്, അല്ലെ റിട്ടേൺസ് കിട്ടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ഇച്ചിരി ലോങ് ടൈം ഗോളൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 10 വർഷം 15 വർഷത്തേക്കൊക്കെ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് മാസം SIP ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ലംസോ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഇത് ഏതാണെന്ന് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളത് ചൂസ് ചെയ്തിട്ട് നിങ്ങളൊരു 10 വർഷം 15 വർഷത്തേക്കൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു റിട്ടേൺ നമുക്ക് മോസ്റ്റ് ഓഫ് ദി കേസസിലും മ്യൂച്വൽ ഫണ്ടിൽ അല്ലെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് മാർക്കറ്റ് റിലേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതിനകത്ത് റിസ്ക് ഉണ്ട്, നമുക്ക് അതിനകത്ത് നഷ്ടം വരാനുള്ള ചാൻസും ഉണ്ട്, വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാനും ചാൻസസ് ഉണ്ട്. ഇനി നമ്മൾ ചെറിയ ഇപ്പം 1 വർഷം 2 വർഷത്തിനുള്ളിലൊക്കെ നമുക്ക് നടത്തേണ്ട ചില ഗോളുകളാണ്, അതായത് ജീവിതത്തിലെ ലക്ഷ്യങ്ങളാണ് നമുക്ക് നടത്താനുള്ളതെങ്കിൽ എപ്പോഴും നമ്മളൊരു RD എന്ന് പറയുന്ന റെക്കറിങ് ഡെപ്പോസിറ്റ് ആണ്, അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ FDയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാവും നല്ലത്. കാരണം ഇത് കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കും. അതേപോലെ ഒരു മാന്യമായിട്ടുള്ള ഒരു നോർമൽ റിട്ടേൺ നമുക്ക് ഈ FDയിൽ ഇൻവെസ്റ്റ് ചെയ്താലും RDയിൽ ഇൻവെസ്റ്റ് ചെയ്താലും ഒക്കെ കിട്ടും. SIP അതായത് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ SIP എങ്ങനെ ചെയ്യുന്നു അതേപോലെ തന്നെ നമുക്ക് RDയിൽ മന്ത്ലി നമുക്ക് ഈ പറയുന്ന RDയിലേക്ക് നമുക്ക് ഫണ്ട് നിക്ഷേപിച്ചുകൊണ്ട് നമുക്കൊരു നല്ല വെൽത്ത് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് പോസ്റ്റ് ഓഫീസിൽ RD കയറാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തുള്ള മോസ്റ്റ് ഓഫ് ദ അല്ല എല്ലാ ബാങ്കുകളിലും തന്നെ RDയുടെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ നല്ല ഇൻട്രസ്റ്റ് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു ബാങ്ക് കണ്ടെത്തി അതിനകത്തൊരു RD ചേരുക എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. സോ ഇങ്ങനെയുള്ള നമ്മുടെ ഗോൾ ബേസ് ചെയ്തിട്ടും നമ്മുടെ പ്രായം ബേസ് ചെയ്തിട്ടുമൊക്കെ നമ്മൾ ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതല്ലാതെ നമുക്ക് ബോണ്ടുകൾ അവൈലബിൾ ആണ്. ബോണ്ടുകൾ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. സോവറിൻ ഗോൾഡ് ബോണ്ട് ഉണ്ട്, അല്ലാതെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളുണ്ട്. അതേപോലെ തന്നെ ട്രഷറിയിൽ നിന്ന് നമുക്ക് ട്രഷറിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള നമ്പർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ചുറ്റുമുണ്ട്. സോ അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന ദിവസത്തെ വീഡിയോസിൽ പറയുന്നതായിരിക്കും. സോ നമുക്ക് ഏതാണോ ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വൈസായിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ വൈസായിട്ടുള്ള ഒരാൾ ചെയ്യുന്ന ഒരു കാര്യം. സോ അപ്പോൾ ഈ കാര്യം എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇതാണ് നമ്മൾ സേവിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വഴി നല്ലൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഇത് ചെയ്യാത്ത ഒരാൾ ഒരിക്കലും ഇത് ബിൽഡ് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് വേണ്ടി ഒരു ഡിസിപ്ലിൻ, ആ ഒരു അച്ചടക്കമാണ്. നമുക്ക് എന്ത് കാര്യത്തിനും നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെ ഡിസിപ്ലിനും അച്ചടക്കമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇതെന്തിനാ അതേ കാര്യം തന്നെ നമ്മൾ സാമ്പത്തിക മേഖലയിലും കാണിച്ചാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുകയുള്ളൂ, നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ഉന്നതി ഉണ്ടാവുകയും അതേപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാനും പറ്റത്തുള്ളൂ. സോ ഇത് ഞാനിന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയായിരുന്നു ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഉദ്ദേശിച്ചത്. വരുന്ന വീഡിയോകളിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ ഇൻഡെപ്തായിട്ട് പറയുന്നതായിരിക്കും. നമുക്ക് ആ വരുന്ന വീഡിയോസിൽ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അപ്പം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നതായിരിക്കും. സോ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യവും അതേപോലെ തന്നെ നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള കമൻറ്റ്സ് നമ്മളോട് പറയുന്ന കാര്യം കൂടെ പരിഗണിക്കുക. നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതിനുള്ള അവസരമുണ്ട്. സോ നിങ്ങൾക്ക് അതൊന്ന് എന്നെ അറിയിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും ഒക്കെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഇമെയിൽ ID നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്ന വരെ ടേക്ക് കെയർ, ബൈ.